ഇന്നത്തെ നമ്മുടെ രുചി തേടിയുള്ള യാത്ര പെരുമ്പാവൂർ റൂട്ടിൽ വല്ലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കൂവപ്പടി റൂട്ടിലേക്ക് പോകുമ്പോൾ അയ്മൂർ ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു തട്ടുകടയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ചെറുതായിട്ട് പോകുന്ന വഴി മഴ പൊടിയുന്നുണ്ട്. നമ്മൾ എത്തിയിരിക്കുന്നത് പെരുമ്പാവൂർ അയ്മൂർ ജംഗ്ഷനിലുള്ള ഒരു നാടൻ തട്ടുകടയിലാണ്. ഇവിടെ പ്രത്യേകമായിട്ട് ചില ഐറ്റംസ് ഉണ്ട്. പിടിയും പോത്തും അതുപോലെ പിടിയും വറുത്തരച്ച കോഴിക്കറി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ രുചി തേടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഷോപ്പിലേക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഐറ്റംസ് ഒന്ന് ഫുഡ് കഴിച്ചു നോക്കാം. എന്റെ പേര് ഫ്രാൻസിസ്. ഇവിടെ എത്ര നാളെ തുടങ്ങിയിട്ട്? 17 വർഷം. 17 വർഷം. ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം വേറെ എന്താണ്? എല്ലാ ദിവസവും ഒരേ ഐറ്റം തന്നെയാണോ? അല്ലല്ല, ഒരു ദിവസം താറാവാണെങ്കിൽ ഒരു ദിവസം നാടൻ കോഴി പാൽ ഒഴിയും, പിന്നെ വറുത്തരച്ച കോഴിക്കറി, ബീഫ് വറുത്തരച്ചത്, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ഒലത്ത്, ചിക്കൻ കുറുമ, ചിക്കൻ കാന്താരി കുറുമ, ചിക്കൻ 65, പന്നി ഫ്രൈ, ബീഫ് ലിവറ്, കോഴി ലിവറ്, നാടൻ കോഴി കാന്താരി മുളകിട്ടത്, പിന്നെ ബീഫ് കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ബിരിയാണി, താറാവ് തേങ്ങാപ്പാൽ, ചിക്കൻ ബിരിയാണി, പിന്നെ പുട്ടുണ്ട്, ഇടിയപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, കപ്പയുണ്ട്, പിടിയുണ്ട്. 11 മണി, 11-11:30 വരെ. 4:30 ഓപ്പൺ ചെയ്യും. 11. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടോ. ഞാൻ പിടിയും താറാവ് കറിയാണ് പറഞ്ഞിട്ടുള്ളത്. അനി താറാവ് കറി അനി വന്നിട്ടില്ല. പിടിയാണ്. അതെ, പിടിയും പോത്തുമാണ്. പോത്തും പിടിയും കൂടി പിടിക്കാൻ പോയിരുന്നു അല്ലേ? പിടിയും താറാവ് കറിയും ഞാനും കഴിച്ചിട്ടില്ല. അപ്പോൾ പിടിയും താറാവ് കറിയും എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഞാൻ ഈ ബാഗ് ഒന്ന് മാറ്റി വെച്ചിട്ട്. ഇവിടുത്തെ പോത്തും പിടിയും വളരെ ഫേമസ് ആണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്തായാലും നല്ല ചൂടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് പിടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല ചൂടായിട്ട് തൊടാൻ പറ്റാത്ത ചൂടിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത്ര നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഐറ്റംസൊക്കെ നമുക്കിവിടെ സെർവ് ചെയ്യുന്നത്. അതുപോലെ താറാവും വളരെ സോഫ്റ്റാണ്. താറാവിൻ്റെ ഗ്രേവിയും കൂടി കൂട്ടിയിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കിയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു സലാഡും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. സവാളയും ചൊറുക്കയും അതുപോലെ ക്യാരറ്റും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുള്ളൊരു സലാഡും ഒരു ചമ്മന്തി പോലെ നമുക്ക് സൈഡായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഗ്രേവിയും ഇതിൻ്റെ താറാവും പിടിയും കൂടി കൂട്ടി കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടാണെന്ന് പറയാതെ വഴി. ഇത്രയും നല്ല ചൂടിൽ നമുക്ക് അടുത്തിടെയൊന്നും നമുക്ക് ഫുഡിന് കിട്ടിയിട്ടില്ല. അതേ രൂപത്തിൽ നല്ല ചൂടാണ് ഫുഡ്. എന്തായാലും കൊള്ളാട്ടോ. ഈ പിടിയും താറാവ് കറിയുടെയും ഗ്രേവിയും കൂടി ഒന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊള്ളാം. നല്ല ചൂടാണ്. പിടി ഒരു രക്ഷയില്ല കേട്ടോ. ചൂടായിട്ട് തൊടാൻ പറ്റാത്ത ചൂടായിരുന്നു കിട്ടിയത്. ഫുഡ് കഴിച്ചു തോന്നു കേട്ടോ. എന്തായി ഫുഡ്? എന്തായി? പിടിയും ബീഫാണോ? പിടിയും ബീഫായിരുന്നു. അനി എന്തായി ഫുഡ്? അനി പിന്നെ സ്ഥിരം കഴിക്കുന്ന ഒരു കടയാണോ അല്ലേ? ഇടയ്ക്ക് വന്ന് കഴിക്കും അല്ലേ? ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ ഈ തട്ടുകട എന്ന് പറയുന്നത്. തട്ടുകട ചെറിയ ഹോട്ടൽ രൂപത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
ഇന്നിവിടെ വന്നപ്പോൾ പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു ബഹളവും തിരക്കും കൂടിയുണ്ട്. അതിൻ്റെ ഒരു വെടിക്കെട്ട് സൗണ്ടിലൊക്കെ പുറകിൽ നമുക്ക് കേൾക്കാം ചെറുതായിട്ട്. സിംപ്ലി നാടൻ തട്ടുകട. ഇവിടെ ലൈവ് പൊറോട്ട ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നാടൻ തട്ടുകട, സിംപ്ലി നാടൻ തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിടിയും അതുപോലെ തന്നെ താറാവും ബീഫും പിടിയും അങ്ങനെ ഇതെല്ലാം ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഐമുറി ജംഗ്ഷൻ, പെരുമ്പാവൂർ ഐമുറി ജംഗ്ഷനിൽ തന്നെ, ജംഗ്ഷൻ തൊട്ടടുത്തുള്ള ഷോപ്പാണ് സിംപ്ലി നാടൻ തട്ടുകട. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റ് ആയിരുന്നു പിടിയും, അതുപോലെ താറാവൂരൊക്കെ വളരെ സോഫ്റ്റ് ആയിരുന്നു. പിടി ഒരു രക്ഷയില്ല, നല്ല ചൂടുമായിരുന്നു. നല്ല ചൂടായിട്ടുള്ള ഫ്രഷായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത രുചി തേടിയുള്ള യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഞാൻ അങ്കമാലിയിലേക്ക് തിരിക്കുകയാണ്. ബൈ.